അതായത് ഗവൺമെൻറ് ഓർഡർ ഇട്ടിട്ടുണ്ട്, പക്ഷെ പഞ്ചായത്ത് അത് ആ സമയത്ത് നടപ്പിലാക്കിയില്ല. അതായത് അവർക്ക് ആരാണ് എന്താണെന്നുള്ളൊരു എന്താ പറയുക വ്യക്തത ഇല്ലാത്തതുപോലെ. ഒരാൾക്ക് കിട്ടി ഒരാൾക്ക് കിട്ടിയില്ല എന്നൊക്കെ ഇന്നലെ പഞ്ചായത്തിൽ പോയിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേറെ സംഘടനകളെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതുവരെ കിട്ടാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, പാക്കേജൊന്നും കൊടുത്തില്ല. ഞാൻ ഈ ഏരിയയിലുള്ള ആളല്ല, കുറച്ച് അപ്പുറത്താണ്. നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. സർക്കാർ സംവിധാനത്തിൽ ഒരു പാളിസി ഈ ദുരിതം ബാധിച്ച ആളുകൾക്ക് ഉണ്ടായിട്ടില്ല. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അർഹതപ്പെടാത്തവരാണ് മേടിക്കുന്നത്. പിന്നെ ഫിറ്റായിട്ട് ബെഡ് കട്ടിൽ അങ്ങനത്തെ കൊടുത്തിട്ടുണ്ട്. കിട്ടാനുള്ളവർക്ക് ശരിക്കും കിട്ടുന്നില്ല എന്നാണ് പറയണേ. അങ്ങനെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഉണ്ടാവുമായിരിക്കും. സഹായം കിട്ടുന്നു. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലുണ്ടായിട്ട് 2 മാസമാകാനാകുന്നു. ദുരിതബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിച്ചോ? എങ്ങനെയാണ് ഇവിടെയുള്ള ആളുകളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? പ്രതികരണങ്ങൾ കാണാം. എല്ലാവർക്കും സാമ്പത്തിക ആശ്വാസ സഹായം കിട്ടിയിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? അന്നത്തെ ഒരു ഇതിൽ നിന്ന് ജീവിതമൊക്കെ മാറിയിട്ടുണ്ടോ? എന്താണ് നമ്മൾ ഇപ്പോൾ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെ സഹായങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗവൺമെൻറ് ഒരു സഹായമായിട്ട് 10,000 രൂപ എല്ലാവർക്കും 11-ാം വാർഡ്, 12-ാം വാർഡ്, 13-ാം വാർഡ് 3 വാർഡിനും 10,000 വെച്ചിട്ട് ഓരോ കുടുംബത്തിന് കൊടുക്കണം എന്നുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചിട്ട് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇനിയും പലർക്കും കൊടുക്കാനുണ്ട്. പലർക്കും അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നലെ പഞ്ചായത്തിൽ ഉപരോധമൊക്കെ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് അവർ അതിൻ്റെ ലിസ്റ്റ് പ്രകാരം അവർ ഇനി പൈസ കയറുമെന്നാണ് പറയുന്നത്. ഒന്നാമത് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് കുറേ ആൾക്കാർ. അതായത് ഗവൺമെൻറ് ഓർഡർ ഇട്ടിട്ടുണ്ട്, പക്ഷെ പഞ്ചായത്ത് അത് ആ സമയത്ത് നടപ്പിലാക്കിയില്ല. അതായത് അവർക്ക് ആരാണ് എന്താണെന്നുള്ളൊരു എന്താ പറയുക വ്യക്തത ഇല്ലാത്തതുപോലെ. അതായത് ആർക്കാണ് കൊടുക്കേണ്ടത്, ആരാണ് ഇതിൽ ബാധിക്കപ്പെട്ടത് എന്നുള്ള കണക്കില്ലാത്തൊരു പോലെയാണ് അവിടെ അനുഭവപ്പെട്ടത്. മൊത്തത്തിലുള്ളൊരു സീൻ എന്താണ്? ഇവിടെ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ പഞ്ചായത്തിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ ആൾക്ക് കിട്ടി ഒരാൾക്ക് കിട്ടിയില്ല എന്നൊക്കെ ഇന്നലെ പഞ്ചായത്തിൽ പോയിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ധർണ്ണ എന്തൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ 30-നാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ തന്നെ വലിയൊരു ദുരന്തം നടന്നിട്ടുള്ളത്. ഈ 3 പ്രദേശമാണ് പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശം. മേപ്പാടി പഞ്ചായത്തിൻ്റെ 3 വാർഡിൽ ഈ സംഭവം നടന്നിട്ടുണ്ട്. 10, 11, 12 വാർഡുകളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ അതിൻ്റെ 2-ാമത്തെ ദിവസം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദുരന്തത്തിൽപ്പെട്ട 10, 11, 12 വാർഡുകളിലെ മുഴുവൻ ആളുകൾക്കും ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകൾക്കും 10,000 രൂപ അടിയന്തര സഹായം കൊടുക്കുന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പിൽ തന്നെ ഈ രജിസ്റ്റർ ചെയ്ത അവിടുത്തെ രേഖകൾ, ആധാർ കാർഡ്, റേഷൻ കാർഡ്, അതേപോലെ ബാങ്ക് പാസ്ബുക്ക്, ഇതെല്ലാം നഷ്ടപ്പെട്ടവരെ ഉടൻ തന്നെ അടിയന്തരമായിട്ട് തന്നെ അത് എടുപ്പിക്കാനുള്ള സംവിധാനവും സർക്കാർ തലത്തിൽ ഉണ്ടായിട്ട് ഒരു ഘട്ടം വരെ ഏകദേശം ഒരു 1.5 മാസം വരെ ഈ സർക്കാർ സംവിധാനത്തിൽ ഒരു പാളിസി ഈ ദുരിതം ബാധിച്ച ആളുകൾക്ക് ഉണ്ടായിട്ടില്ല. അവർ വീടുകളിലെ വാടകയ്ക്ക് മാറിയപ്പോൾ അവിടേക്ക് ഫർണിച്ചറായിട്ടും കിച്ചണിലേക്കുള്ള സാധനങ്ങളായിട്ടും ഭക്ഷ്യവസ്തുക്കളായിട്ടും വസ്ത്രങ്ങളായിട്ടും എല്ലാം സർക്കാർ സംവിധാനത്തോടു കൂടി തന്നെയാണ് പോയിട്ടുള്ളത്. കിട്ടാനുള്ളവർക്ക് ശരിക്കും കിട്ടുന്നില്ല എന്നാണ് പറയണേ. എന്തെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തുകളാണ് അവരുള്ളത്. അപ്പോൾ ശരിക്കും അവരെ കണ്ടെത്തി കൊടുക്കണതാണ് എല്ലാവരും തീരുമാനിക്കുന്നത്. വാഹനങ്ങളെ കുറെ കൊടുത്തു, അങ്ങനെയുള്ള കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ ഫിറ്റായിട്ട് ബെഡ് കട്ടിൽ അങ്ങനത്തെ കൊടുത്തിട്ടുണ്ട്. അത് കാണലുണ്ട്, അല്ല ഇവിടെ മൂപ്പനാട് വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അർഹതപ്പെടാത്തവരാണ് മേടിക്കുന്നത്. അർഹതപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് കറക്റ്റ് അറിയില്ല. പിന്നെ ഇതിൻ്റെ പ്രതിഷേധം ഇന്നലെ പഞ്ചായത്തിൽ എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്കൊന്നും വ്യക്തമായിട്ടും പറയാനില്ല. ഇത് കഴിഞ്ഞ പ്രളയത്തിൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കറക്റ്റ് എനിക്ക് ഐഡിയ ഇല്ല. അർഹതപ്പെട്ടവർക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ടോയെന്ന് നമ്മളധികം ക്യാമ്പിലൊന്നും പോയി നോക്കിയിട്ടൊന്നുമില്ല. അർഹത ഇല്ലാത്തവർക്ക് കുറേ കിട്ടിയിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. കൃത്യമായ കണക്കില്ല സത്യം പറഞ്ഞാൽ. ശരിക്കും ഒരു കണക്കെടുത്ത് ആരാണ് അർഹതപ്പെട്ടവർ, അവർക്ക് ഇത് നൽകണമെന്ന് എനിക്കൊരു അപേക്ഷ ഉണ്ട്. പിന്നെ ഉള്ളത് ഓരോ സന്നദ്ധ സംഘടനകൾ ധനസഹായം നൽകുന്നുണ്ട്.
അത് ഏതെങ്കിലും ഒരു വ്യക്തിനെ കണ്ടിട്ട് അവർ പറയാണ് നിങ്ങളൊരു ലിസ്റ്റ് എടുത്ത് തരുമോ, ഇന്ന ആൾക്കാർക്ക് നമുക്ക് മുണ്ടക്കായ്ക്കാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ചൂരൽമല സ്കൂൾ റോഡിലുള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ചില വ്യക്തികൾ പേര് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം അവരെ പേര് എഴുതുക, അവർക്ക് മാത്രം അത് കൊടുക്കുക, അതൊരു എന്താ പറയുക ലിസ്റ്റാക്കി മാറ്റിയിട്ട് അവർ വിതരണം ചെയ്യുക. അതിൽ ഈ നിൽക്കുന്നത് ഞാനടക്കം ഇല്ല, ഞാൻ മുണ്ടക്കായ്ക്കാരി അല്ലാത്ത രീതിയിലാണ് ഓരോ ലിസ്റ്റും പുറത്തു വരുന്നത്. ഒന്നും ഉണ്ടാവില്ല. കിട്ടാത്തതെന്ന് പറഞ്ഞാൽ കാരണം പിന്നെ ലീഗിൻ്റെ അവരെന്നെ നല്ലൊരു ഫസ്റ്റ് ഫണ്ട് അവരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ വേറെ സംഘടനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുവരെ കിട്ടാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. കിട്ടാത്തവരുണ്ടോ നിങ്ങൾക്കൊക്കെ അതിനെ പറ്റിയിട്ടൊന്നും വന്നിട്ടില്ല. ഇവിടെ വീട് വെച്ചെടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനെ പറ്റിയില്ല ആയിട്ടില്ല. കുറേ അങ്ങനെ കൊടുക്കുന്നുണ്ട്, അങ്ങനെ കറക്റ്റ് അറിയില്ല. അങ്ങനെ എന്നാലും ഇവിടെ വെച്ചിട്ടൊക്കെ കൊടുക്കുന്നത്, മൂപ്പനാട് വെച്ച് ജംഗ്ഷനിൽ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പാക്കേജ് പോലും അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, പാക്കേജ് ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെയൊക്കെ അവർക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ അവിടെ നിന്ന് മാറി വാടകയ്ക്ക് മുന്നേ വാടകയ്ക്ക് താമസിച്ചവരുണ്ട്. അവർ ഇതേപോലെ തന്നെ ഇത് ആനുകൂല്യം വേണം എന്ന് പറഞ്ഞ് വന്നിട്ട് കുറേ ആളുകൾ അങ്ങനെയുണ്ട്. അതല്ലാണ്ട് ജെനുവിനായിട്ടുള്ള കുറേ ആളുകൾ അവിടെ ഇപ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയവും 11ാം വാർഡ് പൂർണ്ണമായിട്ടും മുണ്ടക്കൈ എന്ന പ്രദേശം പൂർണ്ണമായിട്ടും 12ാം വാർഡിലെ ചൂരൽമല സ്കൂൾ റോട്ടിലും അതേപോലെ 10ാം വാർഡിലെ അട്ടമലയുടെ വില്ലേജ് റോഡിലുമാണ് ഈ സംഭവം ദുരന്തം ഏറിയ പങ്കുള്ളത്. അപ്പം ഇവിടെ സർക്കാർ സംവിധാനത്തിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡും 3 വാർഡ് മെമ്പർമാരും ഈ ജനങ്ങളുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ട സഹായം എത്തിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ട എല്ലാ കാര്യം ചെയ്യാൻ അവർ സന്നദ്ധ കാണിക്കണമായി. പക്ഷേ എന്തോ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കമാണ് അവരുടെ മുന്നിൽ നിന്നുണ്ടായിട്ട്. അവർക്ക് വേണ്ടപ്പെട്ട ആളെ ക്യാമ്പിൽ കൊണ്ട് താമസിപ്പിക്കുകയും അവർക്ക് അടിയന്തരമായിട്ട് സഹായം ലഭിക്കുന്ന രീതിയിലേക്ക് മാറിയുണ്ടായി. ഇതിൽ കുറച്ച് ആളുകൾ ഇതിലൊന്നും പെടാതെ പോയിട്ട് 24 ദിവസം ക്യാമ്പിൽ താമസിച്ച ആളുകൾക്ക് ഒരു ആനുകൂല്യം ലഭിക്കാണ്ട് പോവുകയും 2 ദിവസം ക്യാമ്പിൽ താമസിച്ചവർക്ക് ആനുകൂല്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സർക്കാർ പ്രഖ്യാപിച്ച സഹായം 10,000 കിട്ടിയില്ല എന്നുള്ളതാണ്. അതിൽ കുറേ ആൾക്കാർ കംപ്ലൈൻ്റ് ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാർക്ക് കിട്ടിയില്ല എന്നുള്ളത് പറയുന്നുണ്ട്. കുറഞ്ഞ ആൾക്കാർക്ക് അത് കിട്ടിയെന്നും പറയുന്നുണ്ട്. ഇനി സത്യാവസ്ഥ നമുക്കറിയില്ല, അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അവരപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്കൂടെ പോന്ന് കണ്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഉണ്ടാവുമായിരിക്കും. കിട്ടാത്തവരുണ്ടാവും. പിന്നെ കിട്ടിയവൻ തന്നെ വാങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ. ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയ ആൾക്കാർ എന്നെ മേലെ വാങ്ങിപ്പോവാ, കിട്ടാത്തവർക്ക് കിട്ടൂല. ഇത് ഒരു ബത്തേരി അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഇവിടെ എന്തെങ്കിലും കൊടുത്താൽ അറിയില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവരെ ഓട്ടം ഓടിയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ട് വീട്ടിൽ ഞങ്ങൾ 8 ആളുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ബെഡാണ് അല്ലെങ്കിൽ ഒരു കട്ടിലാണ്, ബാക്കി ഞങ്ങൾ എന്താ ചെയ്യാന്നൊക്കെ അവർ പറഞ്ഞു. ഓരോ സംഘടനകളും ഈ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാരാണ് ഈ പൈസ ശേഖരിച്ചിട്ട് നമ്മളെ വയനാട്ടിൽ മുണ്ടക്കായ് ചൂരൽമലയിൽ എത്തിക്കുന്നത്. അത് ഓരോ കൈകളിൽ എത്തണം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അത് കൃത്യമായി എത്തുന്നില്ല എന്നുള്ളത് ഈ സമയത്ത് എനിക്ക് പറയാനൊരു അവസരം കൂടിയാണിത്. കാരണം ഇനിയും ആൾക്കാർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവർ സെലക്ട് ചെയ്തിട്ട് കൊടുത്തവർക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഭാഗികമായി കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഭാഗികമായി നിൽക്കുന്നവർക്ക് അർഹത ഇല്ലാത്തതുപോലെയും വീട് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഇതിന് അർഹതയുള്ളൂ എന്നൊരു പബ്ലിസിറ്റി ഇവർ തന്നെ ഉണ്ടാക്കുകയാണ്. കാരണം മുണ്ടക്കായ് ഭാഗികമായി കുറച്ച് സ്ഥലമുണ്ട്, കുറച്ച് വീടുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇനി ഉപയോഗശൂന്യമാണ് എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ്. ആ സ്ഥിതിക്ക് നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് എൻ്റെ നാട്ടിലേക്ക് മുണ്ടക്കായിലേക്ക് പോകണമെങ്കിൽ എൻ്റെ ആധാർ കാർഡ് കാണിച്ചു കൊടുക്കണം. അത് മാത്രമല്ല അവിടെ നിന്ന് നമുക്കൊരു മുട്ടുസൂചി ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന് പല റൂൾസുകളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ചിലവരെ വീട്ടിൽ സാധനങ്ങളും ഇതൊക്കെ ഉണ്ടാവും, നമ്മളതും ഭാഗികമായിട്ടൊക്കെ ഉള്ളൊരിതുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ചോദ്യം ഇതാണ്, നിങ്ങളത് അവിടെ ഭാഗികമായിട്ടുണ്ടല്ലോ എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് തൊഴിലില്ല, പോയവനും ഇല്ലാത്തവനും എല്ലാവർക്കും തൊഴിലില്ല. പൊതുവെ ആ ഏരിയയിൽ മൊത്തം തൊഴിലില്ലാത്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. ഈ മുണ്ടക്കായ് ഇതിൻ്റെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു വയനാട് മൊത്തം പ്രശ്നത്തിലാണ്. അതായത് മുണ്ടക്കായിൽ പല ജോലിക്കാരും പുറത്തു നിന്ന് വന്നിട്ട് പണിയെടുത്തിട്ടുണ്ടാവും, കെട്ടുപണി എടുക്കുന്നുണ്ടാവും, ഇനിയിപ്പോൾ ഓരോ വർക്കിലും ഏർപ്പെട്ട ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഇപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ പൊതുവേ ഉള്ള അവസ്ഥ എന്താ? ദുരന്തത്തിന് ശേഷം പൊതുവെ മൊത്തത്തിൽ അബദ്ധമാണ്.
ഒരു പണി നടക്കുന്നില്ല. ഞങ്ങളൊക്കെ രാവിലെ വന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ നിൽക്കുക തന്നെ, ഒരു പരിപാടി നടക്കില്ല. ഒരു പാക്കേജ് പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രഖ്യാപിക്കണം, എന്നാലും നമുക്കൊരു എന്നാലും ആ ഭാഗത്തേക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും നടന്നാലല്ലേ എന്തെങ്കിലും നടക്കുള്ളൂ. നമുക്ക് എപ്പോഴും ഓട്ടം കിട്ടുന്ന ഏരിയയാണ്, ഇപ്പോൾ ഓട്ടമില്ല ആ ഭാഗത്തേക്ക്. ആളുകൾ ജനങ്ങളൊക്കെ ഉണ്ട് ടൗണിൽ, ജനങ്ങളൊക്കെ ഉണ്ട്. ആണല്ലേ, ജനങ്ങളൊക്കെ വരുന്നുണ്ട്. ജനങ്ങളൊക്കെ വരുന്നു. ഇതിന് ശേഷം ആളുകൾ ഇറങ്ങുന്നതൊക്കെ കുറവാണോ? പറ്റ കുറവാണ് ഇപ്പോൾ, ഓട്ടം കുറവാണ്. ഓട്ടം കുറവാണ്. മൊത്തത്തിൽ ടൂറിസ്റ്റ് ഒന്നും വരുന്നില്ലല്ലോ, കുറവാണ് മൊത്തത്തിൽ. പൊതുവെ പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ മൊത്തം പോയല്ലോ ഇവിടുന്ന്, മറ്റേ കുറേ സ്ഥലത്തേക്ക് മാറി താമസിച്ചു. പിന്നെ പല ആൾക്കാരും പല സ്ഥലങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ സംഘടനകൾ കൊടുന്നു കൊടുക്കുന്നതൊന്നും അവർക്കും കിട്ടണില്ല എന്നാണ് അറിയണത്. കാരണം കുറേ ദൂരെ പുൽപ്പള്ളി വരെയുള്ള ആൾക്കാരുണ്ട്, പുൽപ്പള്ളിയിൽ വരെ പോയി താമസിക്കുന്നവരല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയണ കേൾക്കുന്നത്. പിന്നെ നല്ല കുറേ സഹായങ്ങൾ കിട്ടിയിട്ടുമുണ്ട് കുറേ ആൾക്കാർക്ക്. പല ആൾക്കാരും പല സ്ഥലത്തും അല്ലത്. അപ്പം നമ്മൾ അറിയുന്ന ആൾക്കാരോട് പറഞ്ഞു ഇന്ന ആൾക്കാർ ഇന്ന സ്ഥലത്തുണ്ട്, അവരെ ഫോൺ നമ്പർ വാങ്ങി ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വിളിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ മേടിക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ലീഗിൻ്റെ ഇതിലൊക്കെ അവരോട് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, സാധനം കൊടുത്തിട്ടുണ്ട്. സഹായമൊക്കെ കിട്ടുന്നുണ്ടോ? സഹായം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാർ സഹായം എല്ലാവരും കിട്ടിയില്ല, ഈ 10,000 രൂപ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഇവിടെ എന്തോ സമരവും. അത് ചില ആൾക്കാർ നോക്കണ്ട, ചിലവരങ്ങനെ. 55 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആനുകൂല്യം ലഭിക്കില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഇന്നലെ CPM-ന്റെ നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിക്കാൻ തീരുമാനിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ആകെ 914 പേര് ലിസ്റ്റുള്ളൂ. അദ്ദേഹം രാവിലെ ഞങ്ങൾ 11 മണിക്ക് ഉപരോധം തുടങ്ങിയപ്പോൾ ഉച്ചവരെ അദ്ദേഹം പറയുന്നത് 916 പേരെ ഇതിലുള്ളൂ എന്നാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഡെപ്യൂട്ടി തഹസിൽദാർ ഉൾപ്പെടെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ വന്ന് സംസാരിച്ചപ്പോൾ 1013 പേർക്ക് ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതിൽ രണ്ടും താരതമ്യമുണ്ട്, രണ്ടും ഭയങ്കര അന്തരമാണ്. അപ്പോൾ ഈ പഞ്ചായത്തിന് ഇതിൻ്റെ ജെനുവനായിട്ടുള്ള കണക്കില്ല എന്നുള്ളത് വാസ്തവമാണ്. ഈ പിന്നെ സർക്കാരിൻ്റെ സഹായം ഒഴികെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ സഹായം കിട്ടുന്നുണ്ടോ? അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയേണ്ടത്, ധനസഹായമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പരിഗണിക്കണം. മുണ്ടക്കൈ ചൂരമലയും ഉള്ള എല്ലാവർക്കും പരിഗണിക്കണം. അല്ലാതെ ഈ 10 ആൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനൊരു ധനസഹായം ഉണ്ട് എന്ന് ഒരാളെ അറിയിക്കുന്നു, ആ ആൾ വേണ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്ന ആ ഒരു നിലപാടില്ലേ മാറ്റിയിട്ടില്ലെങ്കിൽ ഞാനിതിനായിട്ട് പ്രതികരിക്കാൻ തന്നെ പുറപ്പെട്ടിരിക്കുക. നമ്മൾ അനുഭവിച്ചു. കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നപ്പോൾ മുണ്ടക്കൈക്കാർക്കും ചൂരൽമലക്കാർക്കും ഒരു സാമ്പത്തിക ധനസഹായം ഇന്ന് നമുക്ക് 10 രൂപ കിട്ടിയാലും നമ്മൾ വാങ്ങുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ എന്തായാലും ഒരു ധനസഹായം കിട്ടുമ്പോൾ വെറുതെ കളയില്ല, ആരും കളയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയി നോക്കുമ്പോൾ നമ്മളെ പേര് കൊടുത്തിട്ടില്ല. അതായത് നമ്മളെ പേര്, അപ്പോൾ അവർ ആ ധനസഹായം ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമല്ല, അവർ വേറെ വ്യക്തികളോട് ചോദിച്ചിട്ടാണ് ഈ ധനസഹായം കൊടുക്കുന്നത്. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമല്ല, ഈ കൊടുക്കുന്ന ആൾക്കാർ മറ്റുള്ളവനും കൂടി കിട്ടണം എന്നുള്ളൊരു ഇത് വേണം. എന്താ പറയുക, മറ്റുള്ളവനും കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. സാങ്കേതിക പ്രശ്നങ്ങളും ഈ സർക്കാർ സംവിധാനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അത് അവർക്കൊരു ഇതുണ്ടാവില്ല, സർക്കാരിനായിട്ടുള്ളൊരു നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ കിട്ടാതിരിക്കൊന്നുമില്ല, കൊടുക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എല്ലാവർക്കും കിട്ടുമെന്നാണ് വിചാരിക്കുന്നു. ഇതുവരെ കിട്ടാത്ത നമ്മൾ ഗവൺമെൻറ് അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർക്കും അതിൻ്റേതായിട്ട് പ്രൊസീജിയർ ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞിട്ട് കിട്ടും. സമരം ചെയ്യേണ്ട സാഹചര്യം ഒന്നും വരരുത്. അത് ശരിക്കും കൊടുത്താൽ എന്തിനാ വരുന്നത്, ശരിക്കും കണ്ടെത്തി കൊടുക്കണം. നമ്മളെ ഈ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയാണ് ഇത്. ഇങ്ങനെ കൃത്യമായിട്ട് 2 മാസം ആകുമ്പോഴേക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതല്ലേ. പതിനൊന്നാം വാർഡിലെ മെമ്പറാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. അവർക്കിതിന് യാതൊരു കണക്കും അറിയില്ല. എത്ര ആളുണ്ടെന്നും എത്ര മരണപ്പെട്ടെന്നും എത്ര കുടുംബം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കണക്കും അവർക്കറിയാതെ പോയിട്ടുള്ളത് വാസ്തവമാണ്. ഈ കണക്ക് എഴുതുന്ന വ്യക്തികൾ പറയണം ഇന്ന കുടുംബമുണ്ട്, ഇതിനൊക്കെ ഒരു കണക്കില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വ്യക്തത. അതിനിടയ്ക്ക് MLA-യുടെ ഒരു ഇരട്ടത്താപ്പുണ്ട്. MLA നിലയ്ക്ക് MLA ഓഫീസിൽ വിളിക്കുകയാണ്, നിങ്ങൾ പൈസ കയറിയോ കിട്ടിയോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും അങ്ങനെ പോകുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. എനിക്ക് തോന്നുന്നത് മരണത്തിനും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കും മുണ്ടക്കൈ ചൂരൽമല ആ ദുരന്തം ബാധിച്ച ആളുകൾ എന്ന ഒരു കണക്ക് ഇന്നേ വരെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ദുരന്തമുണ്ടായി 2 മാസമാകുമ്പോഴേക്കും ഇതേ ചൊല്ലിയുള്ള രാഷ്ട്രീയ കോലാഹലങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സഹായ വിതരണത്തെ ചൊല്ലി തുടങ്ങിയിട്ടുള്ള ഈ കോലാഹലം ഇനിയും ഇതേപടി പോകരുതെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് പുനരധിവാസ പ്രക്രിയ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ചാനൽ കാണുന്നവർ തീർച്ചയായും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.